ഇനി ഒരു ദൈവം, പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികളുടെ സൃഷ്ടാവാണ്, മനുഷ്യൻ്റെ സൃഷ്ടാവാണ്, എല്ലാ ജന്തുക്കളുടെയും സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് താൻ സൃഷ്ടിച്ചു വിട്ട ജന്തുക്കളിൽ ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ പേര് പറയുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. മനുഷ്യനെ കന്നുകാലികൾ എന്നൊക്കെ വിളിക്കൽ മനുഷ്യരാണ്. കാരണം അത് മനുഷ്യർ തമ്മിലുള്ള ഭാഷാ വ്യവഹാരത്തിൽ മനുഷ്യർക്ക് പരസ്പരം അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വരുന്നൊരു ശീലമാണ്. അതൊക്കെ ഒരു ദൈവം എടുത്തിട്ട് വീശുകയെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്? കന്നുകാലികൾ അധപ്പതിച്ചവരാണ് എന്ന് ആരാണ് ഈ ദൈവത്തിനോട് പറഞ്ഞത്? കന്നുകാലികൾക്ക് എന്താ അധപ്പതനമുള്ളത്? കന്നുകാലികൾക്ക് കന്നുകാലികളായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും സിദ്ധിയും ഒക്കെ ഉണ്ട്. പിന്നെ അവരെ അധപ്പതിച്ചവരും അവരെക്കാൾ അധപ്പതിച്ചവരും എന്ന് മനുഷ്യരെ അധിക്ഷേപിക്കാൻ വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച ഈ കന്നുകാലികളെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് ദൈവത്തിന്? ഇതൊക്കെ ഒരു ദൈവം പറയുന്നതാണോ അതോ മനുഷ്യൻ പറയുന്നതാണോ? ഒരു ദൈവത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണോ അതോ മനുഷ്യൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണോ എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇച്ചിരി സംസ്കാരം, വിദ്യാഭ്യാസം, അറിവുമൊക്കെ ഉള്ള ആളുകൾ പോലും മനുഷ്യരെ ഇനി അവരെന്ത് തെറ്റ് ചെയ്താലും ഇതുപോലെ തെറി വിളിക്കാറില്ല, അധിക്ഷേപിക്കാറില്ല. ജബ്ബാർ എന്നവർ വ്യാഖ്യാനിക്കുന്നത് സൂറത്തുൽ അഅറാഫിലെ ഉലൈകൽ അൻആം എന്ന് പഠിച്ചവൻ കന്നുകാലികളോട്, അൻആമിനോട്, വളർത്തുമൃഗങ്ങളോട് മനുഷ്യനെ ഉപമിച്ച ഒരു സംഗതിയാണ്. ഇദ്ദേഹത്തിന് അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് പടച്ചവന്റെ തന്നെ സൃഷ്ടിയാണല്ലോ കന്നുകാലികൾ, പടച്ചവന്റെ സൃഷ്ടിയാണല്ലോ മനുഷ്യർ, അപ്പോൾ കന്നുകാലികൾ അത്രയും അധപ്പതിച്ചിട്ടൊന്നും ഇല്ല, അപ്പോൾ അതിനെ എങ്ങനെ മ്ലേച്ഛമാക്കി കാണാൻ പറ്റും? ഇതെന്തൊരു സൃഷ്ടാവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊരു കൈകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന പാവപ്പെട്ടവൻ മറ്റെന്താ പറയുക? ഇനി ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ഇദ്ദേഹത്തെ ഗുരുനാഥനായി കാണുകയും ഒക്കെ ചെയ്ത് കാൽക്കൽ വീഴുന്ന ആളുകളും ഒന്നുകിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്ത് കുറെ ദുർബലരായ വിശ്വാസികളെയൊക്കെ തെറ്റിച്ച് നിങ്ങളുടെ ആ സംഘത്തിലേക്ക് ആളെ കൂട്ടാം എന്നായിരിക്കും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ജബ്ബാർ എന്നവർ പറ്റിച്ചു കളഞ്ഞതാണ്. എന്താണെങ്കിലും ആ ആയത്തും കൃത്യമായി എന്തിനാണ് അവിടെ ഉദാഹരണം പറഞ്ഞതും എന്നൊക്കെ വീഡിയോയുടെ ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല, വിശദീകരിച്ച് പറയാം. അവിടെ അൻആം എന്ന ഡൊമസ്റ്റിക് ആനിമൽ എന്നാണ്, വളർത്തുമൃഗം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. ബഹീമത്ത് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്തിനാണ് അവിടെ അൻആമിനെ പറഞ്ഞത്? തഷ്ബീഹാണ്, ഉപമയാണ്. എന്തിനാണ് മനുഷ്യനെ അൻആമിനോട് ഉപമിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഭാഗത്ത് ആയത്ത് ഇങ്ങനെ വായിച്ചു നമുക്ക് കാണാൻ പറ്റും. ചില മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ചില മനുഷ്യർക്ക് സ്വന്തത്തോട് തന്നെ ഓർമ്മ വരാം, ഇതെന്നെ പറ്റിയാണല്ലോ ഖുർആൻ പറയുന്നത്. ഖുർആന്റെ ഒരു പ്രത്യേകതയാണ് അത്, നമ്മളെ പറ്റി തന്നെ ഖുർആൻ സംസാരിക്കുന്നു എന്നുള്ള തോന്നല് അത് വരണം, അപ്പോഴേ നമുക്ക് നന്നാവാൻ പറ്റത്തുള്ളൂ. എന്താ പറഞ്ഞത്? ചില മനുഷ്യരുടെ കാര്യങ്ങൾ പറയുന്നു വഹും ആദാനും, ആ മനുഷ്യർക്ക് കാതുകളുണ്ട്, ഉദുന് ആദാൻ കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹ, അവര് ആ കാത് കൊണ്ട് കേൾക്കുന്നില്ല. വഹും അയുനും, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹ, അവർ ആ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇവിടെ കണ്ണും കാതും ഇല്ല, കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഇല്ല എന്നല്ല പറയുന്നത്. ഇവർക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ ഉപയോഗപ്പെടുത്തുന്നില്ല. കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല. നമ്മൾ ഈ കാത് കൊണ്ട് കേട്ട് ഈ കാതിലൂടെ ഇറക്കി വിടുക എന്ന് പറയുന്നില്ലേ, അതെന്ന് പറഞ്ഞ പോലെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല. നല്ല 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 സാരോപദേശങ്ങളും തത്വോപദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒന്നും വകവെക്കുന്നില്ല എന്ന് സാരം. കാണേണ്ടതുപോലെ കാണുന്നില്ല, ബസീറത്തില്ല, ഉൾക്കാഴ്ചയില്ല. കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അതിൽ തലച്ചോറ് പങ്കെടുക്കുന്നില്ല, കാണുന്നു. അതുപോലെ വഹും കുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്. അവിടെ കൽബ് എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സാണ്, ബുദ്ധിയുമായി ബന്ധപ്പെട്ട മനസ്സാണ്. വഹും കുലൂബ്, അവർക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ മനസ്സുണ്ട്, ഹൃദയമുണ്ട്, എങ്ങനെ വേണേ അർത്ഥം വയ്ക്കാം. അവർക്ക് കൽബുണ്ട്. ലാ യഫ്ഖഹൂന ബിഹ, അവിടെ ഫിഖ്ഹ് നടക്കുന്നില്ല. എന്താണ് ഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞത്? ഫിഖ്ഹ് നമ്മൾ സാധാരണ ഫിഖ്ഹ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തെയാണ്. ഒരു വിഷയത്തെ ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, അതിനെ അവഗാഹം നേടി അതിനെ ഗ്രാഹ്യമായി മനസ്സിലാക്കിയെടുക്കുക, ഇതും ഇല്ല. മനുഷ്യർക്ക് ഈ കപ്പാസിറ്റി എല്ലാം കൊടുത്താണ് പടച്ചവൻ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവനത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് അള്ളാഹുവിനെ അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ ആ മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹു ഓരോ സംഗതികൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും.
പ്രവാചകന്മാരെ ഇട്ടുകൊടുക്കും, അധ്യാപകരെ ഇട്ടുകൊടുക്കും, അവസ്ഥകളെ ഇട്ടുകൊടുക്കും, സാഹചര്യങ്ങളെ ഇട്ടുകൊടുക്കും. ഇതിൽ നിന്നൊക്കെ ഇവന് കണ്ണും കാതും കൽബും ഉപയോഗപ്പെടുത്തി അവിടെ ഒരു ഫിഖ് നടക്കും. കാര്യങ്ങളെ മനസ്സിലാക്കിയെടുത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷെ ചില മനുഷ്യരുടെ വിഷയത്തിൽ എന്താണ്, ഇത്രയും പറഞ്ഞതിന് ശേഷം പഠിച്ചവൻ പറയാണ് ഉലൈക അൻആം. ഇതൊന്നും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അൻആമിനെ പോലെയാണ്, കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികൾ എന്ന് നമ്മൾ അർത്ഥം വയ്ക്കും വളർത്തുമൃഗങ്ങളെ പോലെയാണ് എന്നും പറയാമല്ലോ, മൃഗങ്ങളെ പോലെയാണ്. ഇവിടെ ജബ്ബാർ എന്നവർക്ക് തെറ്റിപ്പോയി. വളർത്തുമൃഗങ്ങളെ ആക്ഷേപിച്ചു പോലും, കന്നുകാലികളെ അധിക്ഷേപിച്ചു പോലും. ആരാ പറഞ്ഞത്? ആയതെടുത്ത് പഠിച്ചു നോക്ക്. അവിടെ എവിടെയാണ് കന്നുകാലികളെ അധിക്ഷേപിച്ചിരിക്കുന്നത്? അത് ഉപമ പറഞ്ഞതാണ്. ഈ വിഭാഗം മനുഷ്യർ അൻആമിനെ പോലെയാണ്. എന്താ? അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, എന്താണ് അൻആമിന്റെ പ്രത്യേകത? അൻആമിന് ഈ പറയുന്ന കാതുണ്ട്. പക്ഷെ ആ കാത് എന്തിനാണ് ഒരു വളർത്തുമൃഗം ഉപയോഗപ്പെടുത്തുന്നത്? അതിന്റെ ഇണയുടെ ശബ്ദം കേൾക്കാനും അതിന്റെ യജമാനന്റെ ശബ്ദം കേൾക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനും ഒക്കെയാണ് അതിന്റെ കാത് ഉപയോഗപ്പെടുത്തുന്നത്. വഹും ആയുൻ. ഇനി ആ നാൽക്കാലിക്ക് എന്തുണ്ട്? കണ്ണുകളുണ്ട്. കണ്ണ് ഉപയോഗപ്പെടുത്തുന്നത് ഇണയെ കണ്ടെത്താൻ, ഭക്ഷണം കണ്ടെത്താൻ, തൊഴുത്തു കണ്ടെത്താൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് അതിനെ കണ്ണുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി അവർക്ക് ഹൃദയങ്ങളുണ്ടോ, മനസ്സുണ്ടോ, ബുദ്ധിയുണ്ടോ? അതില്ല. ഇനി അവർക്ക് ബുദ്ധിയുണ്ടോ? അതില്ല. അപ്പോൾ ഇതുപോലെ മനുഷ്യർക്ക് കണ്ണും കാതും കൊടുത്തപ്പോൾ ഇതിനപ്പുറത്തേക്ക് കുറച്ച് പ്രോസസ്സ് മനുഷ്യരിൽ നടക്കണമായിരുന്നു. പക്ഷെ ആ മനുഷ്യർ ഈ കന്നുകാലികളെ പോലെ തന്നെയാണ് നടക്കുന്നത്. അവർ അവരുടെ കാത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇണയുടെ ശബ്ദം കേൾക്കാനും യജമാനെ കേൾക്കാനും സുഹൃത്തുക്കളെ കേൾക്കാനും തുടങ്ങി കണ്ണ് ഉപയോഗപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും. തിന്നുക, ഭോഗിക്കുക, ഇത് തന്നെയാണ് ഇവരുടെ പ്രോസസ്സ്. ഇതാണ് അവിടുത്തെ ഉപമ എന്ന് പറയുന്നത്. ഇനി അള്ളാഹു അല്പം കൂടി കടന്നു പറഞ്ഞു, ബൽ ഹും അവല്ല്, അല്ല അതിനേക്കാൾ താഴെയാണ്. അവിടെ ഒരിക്കലും കന്നുകാലികളെ ആക്ഷേപിച്ചതല്ല, ആ അൻആമിനേക്കാൾ താഴെയാണ് ഈ മനുഷ്യരുടെ കാര്യം എന്ന് ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്തു പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? കന്നുകാലികൾ നന്ദിയുള്ളവരാണ്. എന്ന് വെച്ചാൽ അതിന് കൃത്യമായി അതിന് ഫുഡും വെള്ളവും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന അതിന്റെ യജമാനനോട് അത് കൂറു പുലർത്തും, അത് ഇണങ്ങും, അത് വിളിച്ചാൽ അത് ഓടി വരും, യജമാനൻ അതിന് തിരിയും. അതുകൊണ്ടാണ് ബൽഹും അവല്ല് എന്ന് പറഞ്ഞത്. ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ട അനുഗ്രഹങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത തന്റെ റബ്ബിനെ, തന്റെ ദൈവത്തെ, തന്റെ രക്ഷിതാവിനെ, പ്രപഞ്ച സൃഷ്ടാവിനെ അവന് മനസ്സിലാവത്തില്ല. ഒരു കന്നുകാലിക്ക് അതിന്റെ യജമാനെ മനസ്സിലായാൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രത്തോളം നിഷേധിയാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ ആരൊക്കെ ഈ ഉപമയുടെ അണ്ടറിൽ കയറി വന്നു എന്ന് ഓരോ ആളുകൾക്കും ശ്രവിക്കുമ്പോൾ തോന്നിയാൽ നല്ലത്. ഇതെന്നെ കുറിച്ചായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. കാരണം നന്നാവാനുള്ള ചാൻസ് പള്ളിയുടെ മരണ ബോർഡിൽ പേരെഴുതി വെച്ചിട്ടില്ല. ഇനിയും നന്നാവാനുള്ള, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇതാണ് ഇവിടെ വിശദീകരിച്ചത്. അല്ലാതെ ജബ്ബാർ എന്നവർ നിങ്ങളോട് ക്ലാസ് എടുത്ത് തന്നതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയെ തന്നെ ആക്ഷേപിച്ചതോ അപമാനിച്ചതോ ഒന്നുമല്ല. കാര്യങ്ങൾ മനസ്സിലാകാതെ വക്രബുദ്ധിയോടുകൂടി നിഷേധിക്കുവാൻ വേണ്ടിയും കളിയാക്കുവാൻ വേണ്ടിയും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ആലോചിച്ച് ഒരു കണ്ടന്റ് എത്തി അത് പഠിപ്പിച്ചു തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് ഇദ്ദേഹം പറയുന്നത് സത്യമാണ്, ഖുർആൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാണ്. ശരിക്കും അങ്ങനെ അല്ല കാര്യം എന്ന് ഉണർത്തുകയാണ്.